അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, കുന്തു കൻസൻ മഖ്ഫിയ, ഞാൻ എല്ലാവരാലും മറക്കപ്പെട്ട ആരും അറിയാത്ത അമൂല്യമായ ഒരു നിധിയായിരുന്നു ഞാൻ. അല്ലാഹു പറയുകയാ, അവന്റെ അടിമകളായ നമ്മളോട് ഞാൻ ആരാലും അറിയപ്പെടാത്ത വളരെ അമൂല്യമായ ഗോപ്യമായ ഒരു നിധിയായിരുന്നു ഞാൻ. മലയാളം എല്ലാവർക്കും അറിയാമല്ലോ. അല്ലാഹു പറയുകയാ, കുന്തു കൻസൻ മഖ്ഫിയ, ഞാൻ എല്ലാവരാലും മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ആരും എന്നെ അറിഞ്ഞിട്ടില്ല. ഗോപ്യമായ അമൂല്യമായ ഒരു നിധിയായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. അല്ലാഹു പറയുന്നുണ്ട്, ഫഅറത്തു അൻ ഉറഫ, എല്ലാവരും എന്നെ അറിയണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ, യഥാർത്ഥത്തിൽ മാനവരാശിയുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യമേട, ആ രഹസ്യത്തിന്റെ ഭാഗമായി ധാരാളം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് തർക്കം ലോകത്തിന്റെ മുമ്പിലുണ്ട്. കുരങ്ങിന് പരിണാമമുണ്ടായപ്പോഴാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ചാൾസ് ഡാർവിൻ സിദ്ധാന്തത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതല്ല ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലൂടെയാണ് മനുഷ്യൻ ഭൂലോകത്തുണ്ടായത് എന്ന് സയൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈസ്തവരുടെ വേദഗ്രന്ഥമായ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം എന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. അടുത്ത കാലത്ത് മാർപ്പാപ്പ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ മനുഷ്യനിർമ്മിതിയുമായി യോജിക്കുന്നതല്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞ ബൈബിളിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെ ഉൽപ്പത്തി, മനുഷ്യോൽപ്പത്തിയെ കുറിച്ച്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന ഹോമോസോപ്പിയൻ ജീവിയായ ഈ ഇരുകാലി മൃഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജനിപ്പിച്ചത് എന്തിനാ? വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയുണ്ടാകണം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്? ആ ചോദ്യത്തിന്റെ ഒരു മറുപടിയാണ് സാർവജനീനമായ, സാർവലൗകികമായ, സർവകാല സമകാലീന സമസ്യകൾക്ക് പൂരണമില്ലാത്ത സമസ്യകൾക്ക് മറുപടി പറഞ്ഞ് അല്ലാഹുവിന്റെ വിശുദ്ധമായ വേദഗ്രന്ഥം പറയുക. അല്ലാഹു പറയുകയാണ്, ഞാൻ എല്ലാവരും മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു ഞാൻ. ആരാലും അറിയാതെ വിലമറക്കാൻ കഴിയാതെ ആരും അറിയാത്തൊരു നിധിയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ എല്ലാവരാലും അറിയപ്പെടാൻ തീരുമാനിച്ചപ്പോ ഈ അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തിനെ സൃഷ്ടിച്ചു പരിപാലിച്ചു സംഹരിച്ചു പോകുന്ന ഞാൻ എല്ലാവരാലും അല്ലാഹു എന്ന എന്നെ എല്ലാവരും അറിയണമെന്ന് തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിക്കാനുള്ള കാരണമെന്ന് അല്ലാഹു പറയാ ഒരു കാരണവുമില്ല. എല്ലാവരും എന്നെ അറിയണമെന്ന് തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തിന് പകരമാണ് ഈ ലോകത്തുള്ള സർവ്വജീവനുള്ള വസ്തുക്കള്, ചേതനയുള്ള അചേതനമായ ജീവനുള്ള അജീവനായ എല്ലാ വസ്തുക്കളെയും ഞാൻ സൃഷ്ടിക്കാനുള്ള കാരണം അല്ലാഹു പറയുകയാ, എല്ലാവരും അല്ലാഹുവിനെ അറിയുവാനാ. അല്ലാഹുവിനെ അറിയുക എന്ന ശീർഷകത്തിന്റെ ആദ്യം പടച്ചറപ്പ് നമ്മളെ സൃഷ്ടിച്ചതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അല്ലാഹുവിനെ നാം അറിയുക എന്ന ദൗത്യത്തിന്റെ കീഴിലാ. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറയുമ്പോ വമാ ഖലഖതു ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂ, മാനവാ മാനവാ മാനവാ, മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅ്ബുദൂ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിലല്ല. അല്ലാഹു പിന്നീട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ആഹാരം നൽകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമരം കോച്ചുന്ന തണുപ്പത്തി മാമലകളുടെ ഇടയിൽ മലനാടിന്റെ ഇടയിലൂടെ മനോഹരമായി കളഞ്ഞു വിളഞ്ഞൊഴുകുന്ന ഈ സുന്ദരമായ അരുവിച്ചാറ്റിന്റെ നിറകീടുകൾ ഇന്ന് ശനിയാഴ്ച ദിവസമാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീലഗിരിയെ നിശയുടെ ഏറ്റവും വലിയ സുന്ദരിയെ പോലെ അണിയിച്ചൊരുക്കുന്ന കാടുകളുടെ ഇടയിലൂടെ തേയില കൊളുന്നു നുള്ളിയിട്ട് വൈകുന്നേരം ഇന്ന് ശനിയാഴ്ച ഒരു ദിവസത്തെ ഒരാഴ്ചത്തെ ശമ്പളവും വാങ്ങിച്ചിട്ട് വന്ന തേയില കർഷകരുണ്ടാവാ. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ ഗൾഫിൽ കിടന്ന് കട്ടപ്പെടുന്നവന് ആ നീലഗിരിയുടെ തേയിലത്തോട്ടങ്ങളിൽ വൈകുന്നേരം വരെ തേയിലയുടെ കൊളുന്നു നുള്ളുന്ന പാവപ്പെട്ട തമിഴ് ഗ്രാമീണരും എന്ന് വേണ്ട, രാവിലെ മുതൽ വൈകുന്നേരം വരെ മത്സ്യം തലയിൽ വെച്ച് കച്ചവടം നടക്കുന്ന മത്സ്യ കച്ചവടക്കാരനും ലോകത്തിലെ
വേണ്ട. ഇവിടെ ഏതോ ഒരു സ്വർണ്ണ വ്യാപാരിയുടെ പേര് നോട്ടീസിൽ കണ്ടല്ലോ. 22 കാരറ്റ് തിളങ്ങുന്ന സ്വർണ്ണവുമായി മറ്റൊരാളുടെ മുമ്പിൽ ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർണ്ണ വ്യാപാരി ലോകത്തെ കഷ്ടപ്പെടുന്ന ഏതൊരാളോട് ചോദിച്ചാലും ഞാനെന്ന് ചോദിക്കട്ടത് തൊഴിലാളിയാകട്ടെ, മുതലാളിയാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, ഞാനിവിടേക്ക് വരുമ്പോ ഇവിടെ സംരക്ഷണത്തിന് വേണ്ടി ക്രമസമാധാനത്തിന് വേണ്ടി വന്ന് 150ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തുണ്ട്. അവിടെ ഈ മാമനം കൊച്ചുന്ന തണുപ്പത്ത് തങ്ങളുടെ മക്കളെ വിട്ടിട്ട് ഭാര്യയെ വിട്ടിട്ട് ഈ തണുപ്പത്ത് നമുക്ക് കാവൽ നിൽക്കുമ്പോ ഒരാൾ മരിച്ചുപോയാൽ മോർച്ചറിയിൽ മൃതദേഹത്തിന്റെ മുമ്പിൽ കാവൽ നിൽക്കുന്ന പോലീസുകാരനും ഈ പാവപ്പെട്ട ഈ തണുക്കുന്ന സമയത്ത് തങ്ങളുടെ മക്കൾക്കൊരു നേരത്തെ ഭക്ഷണം കോരിക്കൊടുക്കേണ്ട എത്രയോ വനിതാ പോലീസുകാർ ഇവിടെ കൂട്ടിക്കൊണ്ട് എന്തിനാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാ മത്സ്യക്കച്ചവടക്കാരനും സ്വർണ്ണ വ്യാപാരിക്കും പണ്ഡിതനും പാമരനും തൊഴിലാളിക്കും മുതലാളിക്കും യാചകനും ഹൂടല്ലൂർ ടൗണിൽ കടന്നു പോകുന്ന പണക്കാരുടെ മുമ്പ് ഇവിടെ കാലിരിക്കുന്ന കറുത്ത ഷൂസ് എടുത്തിട്ട് പോലീസ് ചെയ്തു കൊടുക്കുന്ന ഒരു തമിഴ് ഗ്രാമീണനെ പോലെ പറയാനുള്ളതെന്താ? എന്റെ മക്കൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാ. എന്തിനാ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഷ്ടപ്പെടുന്നത്? എന്തിനാ? നാളെ വാർദ്ധക്യം ബാധിച്ചിട്ട് കട്ടിലിൽ കിടക്കുമ്പോ എന്റെ മക്കൾ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തിരിച്ചു തരാനാ ഞാൻ ഈ കഷ്ടപ്പെടുന്നതെന്ന് ഒരാൾ മറുപടി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ പുറകിൽ ലക്ഷ്യമുണ്ട്. നാളെ കഷ്ടപ്പെട്ടിട്ട് ശയ്യാവലംബിയായി രോഗിയായിട്ട് കിടക്കുമ്പോ ആ സമയത്ത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനാ. പക്ഷേ നമുക്ക് ഭക്ഷണം തന്നാ, നമുക്ക് ആഹാരം തന്നാ, നമുക്ക് മക്കളെ തന്നാ, നമുക്ക് ഭാര്യയെ തന്നാ, നമുക്ക് കുടുംബം തന്നാ, നമുക്ക് പണം തന്നാ, നമുക്ക് ആരോഗ്യം തന്നാ, നമുക്ക് എല്ലാം തന്നാ, ചോക്കാറ് തന്നെ എല്ലാം തന്നെ പടച്ചറപ്പ് പറയുകയാ. എല്ലാ സമയവും ആഹാരം തന്നെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നിറങ്ങുമ്പോ ഗർഭധാരണം നടക്കുമ്പോ ഒരു സ്പൂൺ ദ്രാവകമുള്ള വലിപ്പമുള്ള ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ഉമ്മയുടെ പൊക്കൽ കൊടിയിലൂടെ നമുക്ക് ആഹാരം നിന്ന് വെളിയിലേക്ക് ജനിച്ചു വീഴുമ്പോ ഉമ്മ കഴിക്കുന്ന പോഷകാഹാരത്തിലൂടെ മുലപ്പാലിലൂടെ നമുക്ക് ഭക്ഷണം ദഹിക്കാത്ത സമയത്ത് ഭക്ഷണം നിന്ന് അള്ള പറയുകയാ, നിനക്ക് ഞാനിതെല്ലാം തന്നതെന്തിനെന്നറിയോ? നിങ്ങൾ ആരും എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാനല്ല, ഞാൻ ഈ ചെയ്തു തന്ന അനുഗ്രഹത്തിന് പകരമായി നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തരണ്ട. ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താ മതി. ഈ നീലഗിരിയിലെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സമയത്തിന്റെ പരിമിതി കൊണ്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല. അല്ലാഹു നമുക്ക് കൈ തന്നത്, നമുക്ക് കാല് തന്നത്, നമുക്ക് കണ്ണ് തന്നത്, അലം നജഅല്ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. നിങ്ങൾക്ക് ഞാൻ എന്റെ കണ്ണ് തന്നില്ലയോ? നിങ്ങൾക്ക് ഞാനൊരു നാമം തന്നില്ലയോ? ഈ നാമം ഹൃദയവുമായി നിങ്ങളെ ഞാൻ ഈ ഭൂമിയിലേക്ക് വിട്ടതെന്തിനാ? ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. അല്ലാഹു പറയുകയാ, അല്ലാഹ് പറയുകയാ, പടച്ച തമ്പുരാൻ പറയാ, നിനക്ക് ഈ അനുഗ്രഹം ഞാൻ ചെയ്തു തന്നത്, ഈ അനുഗ്രഹം നിനക്ക് ഞാൻ ചെയ്തു തന്നത്, വജഅലലകും അസ്സമഅ അബ്സാറ വൽ അഫ്ഇദാ. നിനക്ക് കണ്ണ് തന്നത്, നിനക്ക് നാവ് തന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. ധാരാളമായിട്ട് ദിക്ർ ചെയ്യണേ. 33 പ്രാവശ്യമെന്നല്ല, 40 പ്രാവശ്യമെന്നല്ല, 70,000 പ്രാവശ്യമെന്ന് നിജപ്പെടുത്തിയിട്ടല്ല. ആ നിജപ്പെടുത്തിയതൊക്കെ ഹദീസിന്റെ അർത്ഥങ്ങളാണ്. അല്ലാഹ് പറയുകയാണ്, ദിക്റൻ കസീറാ. ധാരാളമായിട്ട് അല്ലാഹുവിനെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കണേ, അല്ലാഹുവിനെ അറിയണേ. അതിനു വേണ്ടിയാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, അല്ലാഹ് പറയുകയാ, മനഹുനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. സൃഷ്ടിച്ച് കേൾക്കണേ സഹോദരങ്ങള്, ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടെന്ന് മാത്രമല്ല, ഏത്
ദുഃഖം വന്നാലും ഏത് പ്രയാസം വന്നാലും മാറാരോഗം വന്നാലും പെങ്ങള് മാരകമായ രോഗത്തിൽ പിടഞ്ഞാലും ആ സമയത്ത് നിന്റെ ഹൃദയത്തിനൊരു വേദന ഉണ്ടാകുമ്പോ നിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങുമ്പോ പാതിരാ സമയത്ത് ജീവിതത്തിന്റെ പരീക്ഷണത്തിന്റെ കനൽപദങ്ങളിലൂടെ നടന്നുപോയി കടം കാണത്താല് പ്രയാസം കാണത്താല് രോഗം കാണത്താല് രാത്രിയിൽ നിന്റെ കിടക്കപ്പായിൽ കിടക്കുമ്പോ തേയിലയുടെ കൊളുന്നുണ്ട് ഈ തേടോ എസ്റ്റേറ്റിന്റെ മറുഭാഗത്തുള്ള ഒരു മുറിക്കട്ടില് ആ മുറിയിലൊരു കീറിയ തഴപ്പായി വിരിച്ച് കിടക്കുമ്പോ നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കാരണം നിനക്കുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണിലൂടെ കണ്ണുനീര് വരുന്നുവെങ്കിൽ അല്ലാഹുവേ അല്ലാഹുവേ ജിന്ദഗി ശംഖ് സൂറത്ത് में खुदा है तेरी जिंदगी शम्ख सूरत में खुदा है तेरी അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ പ്രയാസം കൊണ്ട് ഞാൻ മെഴുകുതിരി പോലെ ജിന്ദഗി ശംഖ് സൂറത്ത് में ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഞാൻ മെഴുകുതിരി പോലെ ഒരുക്കി തീരുകയാണ്. ഏറെ പറയാൻ എന്റെ സമയം എന്നെ അനുവദിക്കുന്നില്ല. വളരെ സർവ്വസാധാരണമായ എന്നെ ശ്രമിക്കാൻ ഇവിടെ തിരിച്ചുകൂടിയ ഏതെങ്കിലും ഒരു മനുഷ്യരുടെ ഏതെങ്കിലും ഹൃദയത്തിനൊരു പ്രയാസമുണ്ടോ? കടബാധ്യത നിന്നെ വല്ലാതെ അലട്ടുന്നുവോ? മാറാരോഗങ്ങൾ നിന്നെ തേടിയെത്തുന്നുവോ? സിന്ദഗി ശംഖ് അല്ലാഹുവേ ഈ നീലഗിരിയിൽ കൂടന്നൂരുള്ള ഏതോ ഒരു വീട്ടില് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അല്ലാഹുവേ അല്ലാഹുവേ ആ സമയത്ത് പടച്ചറപ്പ് തുറന്നിരുന്നെന്നറിയോ? നിന്റെ ഹൃദയത്തിന്റെ നിന്റെ ഹൃദയത്തിന്റെ നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയോട് പോലും നിന്റെ മനസ്സിന്റെ വിഷമം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയത്തിന്റെ വിഷമം നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഭാര്യയോട് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. പെങ്ങളെ നിന്റെ സങ്കടം പത്താ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അതിനു മുമ്പേ അറിയുന്നടാരാ വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അല്ലാഹ് പറയുകയാ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായാൽ അതാദ്യം അറിയുന്നത് ഞാനാ. കാരണം എന്താ? ഒരു അപകടം വന്നിട്ട് ഭാര്യയെ വിളിച്ചാൽ പാതിരാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു വിഷമം വന്നാൽ ഭാര്യ വിളിക്കണമെങ്കിൽ ഭാര്യ ഉറക്കത്തില്ല. തൊട്ടടുത്ത കട്ടിലിൽ കിടക്കുന്ന ഭാര്യ പോലും കുലുക്കി വിളിച്ചാൽ എഴുന്നേക്കൂ. പക്ഷെ അതിനു മുമ്പേ അറിയുന്നതാരാ? വരാനോ മനസ്സിറക്കി കേട്ടനേ പെങ്ങള്. തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് ഉറക്കത്തിലാണ്. കുലുക്കി വിളിച്ചാൽ അവൻ എഴുന്നേൽക്കുകയുള്ളൂ. അപ്പോഴും കുലുക്കി വിളിക്കുന്നതിന് മുമ്പ് നിന്റെ ഹൃദയത്തിന്റെ ദുഃഖമാദ്യം അറിയുന്നതാരാ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ഉറക്കമില്ലാത്ത വിളർച്ചയില്ലാത്ത ആലസ്യമില്ലാത്ത റബ്ബ് കേൾക്കുകയാ. ഒരപകടം വന്നിട്ട് അയൽപക്കക്കാൻ ഓടി വരണമെങ്കിൽ ഒരു മതിലിന്റെ അകലമുണ്ട്. പക്ഷേ നീ വിളിച്ചാൽ ഓടി വരാൻ നിന്റെ റബ്ബിന് അകലമില്ല. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അവൻ നിന്റെ കണ്ണനരമ്പിനേക്കാൾ അടുത്തിരിക്കുകയാ. ഒന്ന് നിലവിളിച്ചാൽ ആദ്യം കേൾക്കുന്നതല്ലയാണ്. അവനേക്കാൾ അടുത്തവൻ ഒരാളില്ല, അവനേക്കാൾ വലിയവൻ ഒരാളില്ല, അവനേക്കാൾ ശക്തിയുള്ള ഒരാളില്ല, അവനേക്കാൾ പ്രതാപമുള്ള ഒരാളില്ല, അവനേക്കാൾ വളർമയുള്ള ഒരാളില്ല, അവനേക്കാൾ ഖുവത്തുള്ള ഒരാളില്ല, അവനേക്കാൾ വലുത് മറ്റാരുമില്ല. അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു ജല്ലത്തു മഹാമിദുഹു വഅസ്സതനാഹു മലികു മുലൂകി വഹുകുമുഹു ഫീ ഖൽഖിഹി മാലിന വനഹുകുമു യുറാലി സിവാഹു. അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലുത്. ലാ കബീറ സിവാഹു. അവനേക്കാൾ വലുത് മറ്റാരുമില്ല. ആദ്യം നിന്റെ അടുക്കലുള്ളതാരാ? പടച്ച റബ്ബാണ്. ആ റബ്ബിനെ നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ അറിയുക എന്ന് പറഞ്ഞതാണ്. അല്ലാഹ് എവിടെയാ? അല്ലാഹ് എവിടെയാ? യഥാർത്ഥത്തിൽ അല്ലാഹു പറയുകയാ, അല്ലാഹു ആരാ? അല്ലാഹു ആരാ? അല്ലാഹു എവിടെയാ? അല്ലാഹു എവിടെയാ? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നിന്റെ കണ്ണനരമ്പിനേക്കാൾ ഞാൻ അടുത്തിരിക്കുകയാ.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയുടെ പ്രാന്തപ്രദേശത്ത് പ്രവാചകന്റെ ഒരു വരമുടി മുടങ്ങിയത്രേ. ആരുടെയെങ്കിലും മുമ്പിൽ എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ പേര് കേട്ടിട്ട് ആരെങ്കിലും സലാത്ത് പറയാൻ മറന്നുപോയാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി മറന്നു പോയവനാ. കൂടല്ലൂരിൽ നിന്ന് നീലഗിരിയിലേക്ക് യാത്ര ചെയ്യുമ്പോ വഴിയറിയാത്തവൻ എതിലേക്കെയാ പോയി എത്തിച്ചേരുക. അവൻ ഒരിക്കലും വഴിയറിയാത്തവൻ ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. നമ്മുടെ ലക്ഷ്യം സ്വർഗമല്ലോ, അതിനപ്പുറത്തേക്ക് നമ്മുടെ ലക്ഷ്യമേടാവുള്ളത്. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ അവൻ എത്തുകയില്ല. ഹബീബായ നബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നീലഗിരിയുടെ ഈ മലനിരകളുടെ ഇടയിലെ മഞ്ഞു തുള്ളിക്ക് പോലും മനസ്സിലൊരു മാതകത്വം ഉണ്ടാവട്ടെ. അതേ ഹബീബിന്റെ സ്വലാത്താകട്ടെ, മദീനയിലേക്കുള്ള സ്വലാത്താകട്ടെ. ആഘോഷമല്ലോ മദീന, ആരവമല്ലോ മദീന, അത്ഭുതമല്ലോ മദീന, ആകാംക്ഷയല്ലോ മദീന. ആ മദീനയുടെ രാജകുമാരന്, മദീന എന്ന അറബി വാക്കിന്റെ പേര് തന്നെ പട്ടണം എന്നാണ്. സാധാരണ പട്ടണം എന്ന് ഉപയോഗിക്കുന്നത് രാജാവ് പാർക്കുന്ന നഗരത്തിനാണ് പട്ടണം എന്ന് പറയുക. മദീന എന്നാൽ പട്ടണമെന്നാണ്. അവിടെയല്ലയോ രാജാവ് പാർക്കുന്നത്. ആരുടെ രാജാവ്? എന്റെയും നിങ്ങളുടെയും കൽവിന്റെ രാജാവ്, നമ്മുടെ നേതാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വലാത്ത് മടങ്ങട്ടെ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. പോരാ കഅബേക ബദർ തുജാ നബി മുഹമ്മദ് മുസ്തഫ. ആമിനയുടെ പൂമണിയേ നബി മുഹമ്മദ് മുസ്തഫ. അബ്ദുള്ളയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. സഫാ മലയുടെ സാത്വികനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. या इलाही हर जगह तेरी अदा का साथ हो, शाफिए दीदार हुस्न मुस्तफा का साथ हो. अल्लाहुवे 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 നിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഈ സലാത്ത് കൊണ്ട് ഞങ്ങളെ എത്തിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ദിക്ർ ചെയ്യാനാ. എപ്പോഴും ദിക്ർ ചെയ്യുക, എപ്പോഴും ദിക്ർ ചെയ്യുക. അല്ലാഹു തന്നെ ചോദിച്ചില്ല, മാനവാ പടച്ചപ്പ് സൃഷ്ടിച്ച ഉത്തരവാദിത്വം മറന്നത് മനുഷ്യൻ മാത്രമാ. ആകാശത്തേക്ക് നിങ്ങൾ നോക്കിക്കൊള്ളുക. അവലം യറോ ഇല തൈരി ഫൗകഹും സഫാത്തിൻ വയഖബലന മാ യുംസികുഹുന്ന ഇല്ലാ റഹ്മാൻ. ആകാശത്തുകൂടി പറക്കുന്ന പക്ഷികളില്ലയോ, അള്ളാഹ് പറയുകയാണ്, മാനത്തുകൂടി പറക്കുന്ന കഴുകന് സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടാണ് പറന്നു പോകേണ്ടത്. ഈ ഭൂമി ദിക്ർ ചെയ്യുന്നുണ്ട്, ആകാശം ദിക്ർ ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ദിക്ർ ഏതാ? സുബ്ഹാനല്ലാഹ്. ഇത് അഹ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. ആകാശ സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട്. എന്നെ കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മൊബൈൽ ഫോണിൽ അനന്തമായ സാധ്യതകൾ സ്വായത്തമാക്കിയപ്പോ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിദൂരമായ സാധ്യതകൾ വരുമ്പോ നീലഗിരിയുടെ മരം കോച്ചുന്ന കൊടുപ്പിൽ പാതിരാ സമയത്ത് വാട്സപ്പിലൂടെ അന്യന്റെ പെണ്ണിന്റെ ചൂടും അനുഭവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് ദിക്ർ ചെയ്യാ സമയമില്ല. 7 മണി മുതൽ 9:30 വരെ ലോകത്ത് 140 രാട്ടത്തിൽ ഇറക്കപ്പെട്ട് തുണിയുരിഞ്ഞാടിയാൽ അത് മുഴുവനും കണ്ടുകൊണ്ട് സീരിയലിന്റെ ഭ്രമം ബാധിച്ചു പോയാ പണ്ടൊക്കെ മഗ്രിബ് മുതൽ ഇശാ വരെ നമ്മുടെ വീട്ടിൽ ചൊല്ലാത്ത ദിക്റാവുള്ളത് ഒരു സലാത്താ വീട്ടിൽ നിന്ന് മാറി നിന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ദിക്ർ ചെയ്യാൻ മറന്നുപോയ മാനവോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നുവത്രേ, സഹാബാ ലാ
നിങ്ങൾ തവളയെ കൊന്നുകളയരുത്. ആരാണ് പറയുന്നത്? ലാ തഖ്തുലുൽ ഫാദിയ. മഴക്കാലത്ത് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വരുന്ന, നിങ്ങളുടെ വീട്ടിലേക്ക് അടിച്ചു കയറുമ്പോ, നിങ്ങളുടെ മഴക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന പച്ചത്തവളയില്ലേ, ലാ തഖ്തുലുൽ ഫാദിയ, ആ തവളയെ നിങ്ങൾ കൊന്നുകളയരുത്. കാരണം ഫഇന്നലഹാ ദിക്റുല്ലാഹ്, ക്രോം എന്ന് നമ്മൾ കേൾക്കുന്ന ആ തവളയുടെ ശബ്ദം അല്ലാഹുവിനോടുള്ള ദിക്റാണെന്ന് ലോകത്തിന്റെ മുത്ത്, ആദർശത്തിന്റെ സത്ത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖ്തുലുൽ ഫാദിഅ, തവളയെ കൊല്ലാൻ പാടില്ല. കാരണം തവള ദിക്ർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരാ കേമൻ? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ പോകുമ്പോ തവള സ്വർഗ്ഗത്തിൽ പോയി മനുഷ്യൻ പോകാൻ പാടാം എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? എന്നല്ലേ അതിന്റെ അർത്ഥം? ഇതെന്താ പടച്ചതമ്പുരാനം എന്നല്ലേ അതിന്റെ അർത്ഥം? നമ്മളെ തവളയെ പിടിച്ചിട്ട് കൊല്ലും, വീട് തൂത്ത് കഴിയുമ്പോ തവള ചാടിക്കേറും. അപ്പൊ പെണ്ണ ചൂര് തിരിച്ചു പിടിച്ചിട്ട് തവളയുടെ തലക്കടിക്കും. ഇടി പെണ്ണെ, നിന്നേക്കാൾ നല്ലതാണ് തവള. 7 മുതൽ 9 വരെ നീ അതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും തവള അല്ലാഹു ദിക്ർ കേട്ടിരിക്കും. ചിന്തിക്ക്. ഞാൻ വെറുതെ എന്തെങ്കിലും പറയാനല്ല. വന്നിങ്ങോട്ട് പടപട 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാക്കവി എന്തോടാ പടപടപടാന്ന് പറഞ്ഞു കേട്ടു. ആദ്യം നമ്മുടെ നിസ്സാരത മനസ്സിലാക്ക്. എടാ മോനെ, പഞ്ചേന്ദ്രിയ പരിജ്ഞാനമുള്ളത് നിനക്കാണ്. പഞ്ചേന്ദ്രിയ പരിജ്ഞാനമുള്ളത് നിനക്കാണ്. ആ നിനക്ക് എന്തുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് അറിയാം. എന്നാൽ ലോകത്തെ ഏറ്റവും അനുഗ്രഹം കിട്ടിയത് മനുഷ്യനും. വലക്കത് കറംനാ ബനി ആദം. അള്ളാഹു ഏറ്റവും കൂടുതൽ അനുഗ്രഹം തന്നത് മനുഷ്യനാണ്. പക്ഷെ അള്ളാഹുവിനെ സ്മരിക്കുക. 14 നൂറ്റാണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ പറഞ്ഞു, ലാ തഖ്തുലുൽ ഫാദിഅ, തവളയെ നിങ്ങൾ കൊല്ലരുത് എന്ന്. അപ്പൊ പിന്നെ ഒരു മുസ്ലിമിന് ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുമോ? തവളയെ പോലും കൊല്ലാൻ പാടില്ല. പിന്നെ അങ്ങനെ മനുഷ്യനെ കൊല്ല? കൊലപാതകവും കൊലവെറിയും കലാപവും കാലുഷ്യവും, തമിഴിൽ എന്ത് വരും? കലൈവരം. കലാപവും കലൈവരവും ഒക്കെ അത് മനുഷ്യന്റെ നിർമ്മിതികളാണ്. 14 നൂറ്റാണ്ടും മാനവികതയുടെ പ്രവാചകൻ പറഞ്ഞു, ലാ തഖ്തുലുൽ ഫാദിഅ, തവളയെ പോലും കൊല്ലരുത്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ പരസ്പരം കൊല്ലുക എന്നത് മനുഷ്യനല്ല, അവൻ മനുഷ്യനല്ല എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സഹാബത്തിനോട് പോലും യുദ്ധസന്നദ്ധരായി എതിരാളികളോട് പോരാടാൻ പോകുന്ന തന്റെ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുക. വൃദ്ധന്മാരെ വധിക്കരുത്. പെണ്ണിനോട് അക്രമം കാണിക്കരുത്. പുരോഹിതന്മാരോട്, സ്ത്രീകളോട്, പെണ്ണിനോട് അക്രമം കാണിക്കരുത്. പാവപ്പെട്ട പെണ്ണിന്റെ മാനം പിച്ച് ചീന്തരുത്. അവള് വലിച്ചെറിയപ്പെടേണ്ടവളല്ല. പെണ്ണ് ആദരിക്കപ്പെടേണ്ടവളാണ്. പെണ്ണാദരിക്കപ്പെടേണ്ടവളാണ്. പെണ്ണിനെ സ്നേഹിക്കണം. പെണ്ണ് മാതൃദേവോ ഭവ എന്നാണ് ഭഗവത്ഗീത. മാതാവിനെ പോലെ പെണ്ണിനെ സ്നേഹിക്കണം. പെണ്ണ് സ്നേഹിക്കപ്പെടേണ്ടവളാണ്. തമിഴരുടെ ബൈബിള് പോലെ പ്രമാണികമായ ഒരു പുസ്തകമാണ് തിരുവള്ളുവരുടെ തിരുക്കുറൽ. അറിയില്ല? തിരുക്കുറൽ അറിയില്ല? നിങ്ങൾ എന്ത് തമിഴ്നാട്ടുകാർ അവിടെ ചുമര? നിങ്ങൾക്ക് തിരുക്കുറൽ അറിഞ്ഞുകൂടാ? ആ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ തിരുക്കുറൽ? ഇല്ല, ചിലടുത്ത്. ആ തിരുക്കുറലിൽ എന്താ എഴുതിയ? തിരുവള്ളുവർ പറയുന്നുണ്ട്, ആത്തയെയും നമ്പലാം, പാത്തയെയും നമ്പലാം, കരിമ്പുലിയെയും നമ്പലാം, കാട്ടാനെയും നമ്പലാം, ചേല ചുറ്റിയ പെണ്ണിനെ നമ്പിനാൽ തണ്ടലാം. കൈയടിക്കുന്ന അവനവന്റെ അനുഭവത്തിൽ ആത്തയെയും നമ്പലാം, പാത്തയെയും നമ്പലാം, കരിമ്പുലിയെയും നമ്പലാം, കാട്ടാനെയും നമ്പലാം, ചേല ചുറ്റിയ പെണ്ണിനെ നമ്പിനാൽ തണ്ടലാമെന്ന് തിരുവള്ളുവർ. യഥാർത്ഥത്തിൽ ആരാ തിരുവള്ളുവർ? തിരുവള്ളുവരുടെ ഭാര്യയെ നിങ്ങൾക്കറിയോ? തിരുവള്ളുവരുടെ ഭാര്യയുടെ പേരെന്താ? നിങ്ങളെന്ത് തമിഴ്നാട്ടുമാരാ? തിരുവള്ളുവരുടെ ഭാര്യ കണ്ണകി. കല്യാണം കഴിഞ്ഞ ഉടനെ തിരുവള്ളുവർ പറഞ്ഞു കണ്ണകിയോട്, ഞാൻ എപ്പോൾ ഭക്ഷണം, നീ എനിക്ക് എപ്പോൾ ഭക്ഷണം വിളമ്പിയാലും ആ ഭക്ഷണം വിളമ്പി വെക്കുമ്പോ ആ ഭക്ഷണത്തിന്റെ കൂടെ ഒരു കിണ്ടിയിൽ വെള്ളവും ഒരു സൂചിയും അവിടെ വെച്ചിരിക്കണം. തിരുവള്ളുവർ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ കണ്ണകി ഭക്ഷണം വിളമ്പിയപ്പോ കണ്ണകി ഭക്ഷണത്തിന്റെ കൂടെ കിണ്ടിയിൽ വെള്ളവും സൂചിയിൽ ഒരു സൂചിയും കൊണ്ടുപോയി വെക്കും.
വെച്ചിട്ട് ഒരു ദിവസം പോലും തിരുവള്ളുവർ ഈ കിണ്ടിയിലെ കിണ്ടി എന്നല്ല ഇവിടെ പറയണേ, അല്ലാഹു അക്ബർ, കിണ്ടി തന്നെയല്ലേ ആ സാധനവും അതിന്റെ സൂചിയും കൂടെ കൊണ്ടുപോയി വെക്കും. ഇതേവരെ തിരുവള്ളുവർ മരിക്കുന്നത് വരെ ഉപയോഗിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കണ്ണകി ഈ വെള്ളവും സൂചിയും കൊണ്ട് വെക്കും, വൈകുന്നേരം വെള്ളം വീണ്ടും വെക്കും, പിറ്റേ ദിവസം രാവിലെ വീണ്ടും വെക്കും. ഏതാണ്ട് 10-60 വർഷം അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. നമ്മുടെ പെണ്ണുങ്ങളാണ് വെക്കൂ, ഒരു നേരം കിണ്ടി സൂചിയും കൂടെ കൊണ്ട് വെക്കും, രണ്ടാമത് ഇയാൾക്ക് വട്ടുണ്ടെങ്കിൽ വേറെ വല്ലറ്റും കാണിച്ചോണ്ട് എനിക്ക് കാണിക്കുന്നത്. ഇയാൾക്ക് കിണ്ടിയും വെള്ളവും കണ്ടാലും അണ്ണാക്കിൽ, നമ്മുടെ പെണ്ണുങ്ങളാണ് ഇയാൾക്ക് കിണ്ടിയും വെള്ളവും കണ്ടാലും അണ്ണാക്കിലോട്ട് അങ്ങോട്ട് ഇറങ്ങും. കണ്ണകി ഒന്നും ചോദിച്ചില്ല. അവസാനം തിരുവള്ളുവർ മരണാസനായി മരണക്കിടക്കയിൽ കിടക്കുമ്പോ മരിക്കുന്നതിന് മുമ്പ് കണ്ണകി ചോദിച്ചു അത്ര ഭാര്യ കണ്ണകി തിരുവള്ളുവരോട്, നിങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ കിണ്ടിയിൽ വെള്ളവും സൂചിയും കൊണ്ടുവെക്കാൻ എന്നോട് പറഞ്ഞു, ഞാൻ വെച്ചു, ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, കാരണം എന്താണ്? ഇതൊക്കെ നമ്മൾ തമിഴിൽ നിന്ന് പഠിക്കേണ്ട മഹാന്മാരായ ആളുകൾ നല്ല സന്ദേശം നൽകിയവർ, അവരിൽ നിന്ന് നന്മ പഠിക്കൽ. അതിപ്പോ ജാതി മതവും നോക്കിയിട്ടല്ല. തിരുവള്ളുവർ മുസ്ലിം അല്ലല്ലോ, ഞാൻ പഠിക്കില്ല എന്ന് തീരുമാനിക്കരുത്. ഒരാളുടെ നല്ല ആളുകളുടെ അടുക്കൽ നിന്ന് നല്ല ഒരു ജീവിത സന്ദേശം കിട്ടിയാൽ അതിലും വർഗീയത നമ്മൾ കാണരുത്. അങ്ങനെയുള്ളവൻ മനുഷ്യനല്ല, അങ്ങനെയുള്ളവൻ മനുഷ്യനല്ല. ഹലക്കൽ മുത്തനത്തിഊൻ, എന്റെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നവർ നശിച്ചു പോകട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിര് കിടക്കുന്നവർ, വിഭാഗീയത ഉണ്ടാക്കുന്നവർ, മതത്തിന്റെ പേരിൽ ജാതി തിരിക്കുന്നവർ, അതൊരു മുസ്ലിമിന് പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം കണ്ണകി പറഞ്ഞു, തിരുവള്ളുവർ പറഞ്ഞു അത്ര, കണ്ണകി ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ കിണ്ടിയിൽ വെള്ളവും സൂചിയും കൊണ്ടുവെക്കാൻ പറഞ്ഞത്, ഈ ഭക്ഷണം താഴെ പോയാൽ അത് സൂചിയിൽ കുത്തിയെടുത്തിട്ട് ഈ വെള്ളത്തിൽ മുക്കി ശുദ്ധിയാക്കി തിന്നാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ നബി അങ്ങനെ ഒരു സുന്നത്താണ്. താഴെ വീണ ഭക്ഷണം ഇടത്തെ കൈ കൊണ്ടെടുത്ത് വലത്തെ കൈ കൊണ്ട് ശുദ്ധിയാക്കി കഴിക്കൽ ഹബീബായ മുത്തിന്റെ സുന്നത്താണ്. നമ്മളത് ചെയ്യില്ല, തിരുവള്ളുവർ ചെയ്തിരുന്നു. നിങ്ങളത് ചെയ്യില്ല, തിരുവള്ളുവർ ചെയ്തിരുന്നു, അതൊരു സുന്നത്താണ്. അതുകൊണ്ട് ഈ സൂചി കൊണ്ട് താഴെ വീടുന്ന അരി അരസി കുത്തിയെടുത്ത് വെള്ളത്തിലുമൊക്കെ തിന്നാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ നിന്റെ വിളമ്പലിന്റെ സൂക്ഷ്മത കൊണ്ടും ഞാൻ കഴിക്കുന്നതിന്റെ സൂക്ഷ്മത കൊണ്ടും അത് ചെയ്യേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു തിരുവള്ളുവർ. ഇങ്ങനെയാണ് ആ ഭാര്യയും ഭർത്താവും ജീവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, തിരുവള്ളുവരും കണ്ണകിയും ജീവിച്ചത് ഇങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ നടക്കും. സ്ത്രീയെ ബഹുമാനിക്കുക, ആ തിരുവള്ളുവരാണ് പറഞ്ഞത്. ആത്തേയും നമ്പലാം, പാത്തേയും നമ്പലാം, കരിമ്പുലിയെയും നമ്പലാം, കാട്ടാനെയും നമ്പലാം, ചേല ചുറ്റിയ പെണ്ണിനെ നമ്പിനാൽ തെണ്ടലാമെന്ന് തിരുവള്ളുവര് പറയുമ്പോ 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല അല്ല, പെണ്ണാണ് ആരെന്നറിയോ? അവള് ഭർത്താവിന്റെ വീട്ടിലെ രാജ്ഞിയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്ത്രീ ആദരിക്കപ്പെടണമെങ്കിൽ, മനുഷ്യനാദരിക്കപ്പെടണമെങ്കിൽ ആ പ്രമാണങ്ങളിലേക്ക്, മദീനയുടെ പ്രമാണങ്ങളിലേക്ക് നടന്നു ചെല്ലുക, അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞു ജീവിക്കുക. അല്ലാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് പടച്ചു വിട്ടൊരു അല്ലാഹുവിനെ ദിക്ർ ചെയ്യാന് അല്ലാഹു നമുക്ക് ആ ബോധം തരുമാറാകട്ടെ. അല്ലാഹു ആ ബോധം നമുക്ക് തരുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊരു വിദേശ സംസ്കാരത്തിന്റെ പിടിയിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ ഒരു വിദേശ സംസ്കാരത്തിന് അടിമപ്പെട്ടിട്ട് നമ്മളെല്ലാവരും മാറ്റിക്കളഞ്ഞു. ഒരു കാലത്ത് ആലോചിച്ചു നോക്ക്, നമ്മുടെയൊക്കെ വീടുകളിൽ മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചാൽ ആ വിളി കേട്ടാലുടനെ ദിക്ർ ചെയ്യുന്ന നമ്മുടെ മക്കൾ എവിടെ? സ്വലാത്ത് ചൊല്ലുന്ന നമ്മുടെ ഭാര്യ എവിടെ? വീടിന്റെ ഉമ്മറപ്പടിയിലെ മക്കളെ കൂട്ടിയിട്ടിട്ട് മക്കളൊക്കെ സ്വലാത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്ന നമ്മുടെ വൃദ്ധമാതാപിതാക്കൾ എവിടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സീരിയലുകളുടെയും അഭിനവകാല കഥകൾ കടന്നു വന്നിട്ട് ഗാർഹികമായ അന്തരീക്ഷം പിടിച്ചടക്കിയപ്പോ നമ്മുടെ വീടുകളിൽ നിന്ന് അല്ലാഹുവിന്റെ സ്മരണ മാറിപ്പോയില്ലോ. കാലഘട്ടങ്ങളിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തീവതാത്ത വീടേതാവുള്ളൊരു അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പറയാതിരുന്ന ഏത് രാത്രികളാ നമുക്കുണ്ടായിരുന്നത്? മഗ്‌രിബിന്റെ സമയമായി കഴിയുമ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ കേൾക്കുവാൻ കൊതിയാകുന്നു. അല്ലാഹ്, പഴയകാല നമ്മുടെ സംസ്കാരമില്ലോ, നമ്മുടെ സുന്നി സംസ്കാരമില്ലോ. ഏത് വീട്ടുകളിലാ നമുക്കിത് നഷ്ടപ്പെട്ടു പോയത്? എന്റെ
പ്രിയപ്പെട്ട പെങ്ങള് ലോകത്തിന്റെ വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിപ്പുണർന്നും വരുമ്പോ നിങ്ങൾ എന്തേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ല? ഇവിടെ വന്നിട്ട് തിരിച്ചു പോയല്ലോ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ലോകങ്ങളുടെ മഹാനായ മനുഷ്യർ, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ മഹാനവറുകളുടെ പേരിലാണ് ഈ സദസ്സിന് നാമകരണം ചെയ്യപ്പെട്ടത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എഴുതി വെക്കുന്നുണ്ട് ഒരു അനുസ്മരണ കടവ്. തന്റെ ഉമ്മയെ കുറിച്ച് അനുസ്മരിക്കുമ്പോ, തന്റെ ഉമ്മയെ കുറിച്ച് പറയുമ്പോ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട്, പാണക്കാട് തറവാടിന്റെ മുറ്റത്തെപ്പോഴും ആയിരങ്ങളാ. വാപ്പാക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ സമയം കിട്ടാറില്ല. പ്രിയപ്പെട്ട വാപ്പ തന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടുവരുന്ന 10,000-ങ്ങൾക്ക് ആ പൂനിലാവിന്റെ പുഞ്ചിരിയോടെ സമാശ്വാസം കൊടുക്കുമ്പോ പാണക്കാട് തറവാടിന്റെ ഉള്ളു എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നീലഗിരിയിൽ നിന്നെ പോലെയല്ല, ലോകം കണ്ട മഹാനായ പണ്ഡിതൻ UAE പ്രസിഡന്റിന്റെ അതിഥിയായി പോകുമ്പോ UAE-യുടെ നിരത്തുകളിൽ ട്രാഫിക് ബ്ലോക്ക് ആക്കിയിട്ട് പോലീസ് സംവിധാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ രാഷ്ട്രപതി പോയപ്പോഴല്ല, അത് മൻമോഹൻ സിംഗ് പോയപ്പോഴല്ല. UAE-യുടെ റോഡുകൾ മുഴുവനും പോലീസ് തടഞ്ഞിട്ട് നടന്നു പോകാൻ അവസരം കൊടുത്ത പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 10,000-ങ്ങളെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുമ്പോ അറബികൾ പോലും ചോദിച്ചു പോയില്ലേ, ഈ മനുഷ്യനേടെന്ന് അറബ് നാടിന് പോലും കാണാൻ കഴിയാത്ത ആദരവങ്ങൾ ഏറ്റുവാങ്ങിയ എന്റെ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ പാണക്കാട് തറവാട്ടില് തിരക്കിലിരിക്കുമ്പോ ആ തറവാടിന്റെ പുറകിൽ ഈ ശിഹാബ് തങ്ങളുടെ ഭാര്യയാണ്. ഞങ്ങളുടെ ഉമ്മ മഗ്രിബിന്റെ നിസ്കാരം കഴിഞ്ഞ സൂറത്ത് യാസീനോടാണ്, സൂറത്ത് വാഖിയോടാണ് മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ല. ആരുടെ കഥയാ പറയുന്നത്? കടൽ കടന്ന പാശ്ചാത്യ സംസ്കാരത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മക്കളെ നശിപ്പിച്ചു കളഞ്ഞ ഉമ്മ. മക്കളെ തർബിയത്ത് ചെയ്യേണ്ടത് ഉമ്മയാ. ഒരു യാസീനോടാണ് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ കിടത്തി ഉറക്കിയിട്ടേ ഇല്ല. പൊന്നുമോളെ, പ്രിയപ്പെട്ട പെങ്ങള്, അവിടെയാണ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പിറന്നത്. വാപ്പയാണ് നടന്നു പോകുന്നതെന്ന് കാണും. ആ നടത്തം അങ്ങനെ നടന്നു പോകുമ്പോ അഭിനവകാല പാശ്ചാത്യ സംസ്കാരത്തിൽ ഇടയ്ക്ക് പോട്ട് തുണിയില്ലാത്ത പെണ്ണിന്റെ സംസ്കാരം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരു കാര്യം നീ പഠിച്ചുകൊള്ളുക. ഖദീജയുടെ ഗർഭാശയത്തിലെ ഫാത്തിമ പറഞ്ഞിട്ടുള്ളൂ. ഖദീജയുടെ ഗർഭാശയത്തിലെ ഫാത്തിമ പറക്കൂ, ഹാജറയുടെ ഗർഭപാത്രത്തിലെ ഇസ്മായിൽ പിറക്കൂ. അല്ലാതെ പാതിരാ സമയത്ത് പാവപ്പെട്ട ഭർത്താവ് വെളിയിൽ പോകുമ്പോ സ്കൂളിലൂടെ പരിചയപ്പെടുന്ന കാമുകനുമായി പാതിരാ സമയത്ത് കാതോട് കാതോരം ചേർത്ത് നിന്റെ വികാരത്തിന്റെ ശീൽക്കാരത്തിന്റെ ശബ്ദം പുറപ്പെടുവിച്ച് അവനുമായി സല്ലപിച്ച പൊന്നുമോളെ, നിന്റെ മക്കള് നിനക്ക് നാളെ നന്നാവില്ല. വാപ്പയുടെ കബറിന്റെ ചാരത്ത്, ഉമ്മയുടെ കബറിന്റെ ചാരത്ത് യാസീനോടാണ് നിന്റെ മക്കളെ നിനക്ക് കിട്ടില്ല. അതുകൊണ്ട് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടിലേക്ക് പഴയ സംസ്കാരം, മഗ്രിബിന് സമയം അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന സംസ്കാരം തിരിച്ചു വരണം. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ കിടക്കവേ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. ഇബ്നു മസ്ഊദേ, എന്തിനാ കരയുന്നത്? നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കൾ 5 പെൺമക്കളാ, 5 പെൺമക്കളാ. സാഹിബ് നഅലാ റസൂലിന്റെ ചെരുപ്പും പിടിച്ചുകൊണ്ട് നടന്നുപോയ സാഹിബിക്ക് 5 പെൺമക്കളാ. ഇബ്നു മസ്ഊദ്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 5 പെൺമക്കൾ പട്ടിണിയിലാകുമെന്നൊത്തിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അല്ലാഹുവിനെ അറിയുക എന്ന വിഷയത്തിൽ ഞാമലത്തിൽ എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഓർമ്മിപ്പിക്കുകയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല 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 ഇല്ല, ഞാൻ മരിച്ചാലും എന്റെ മക്കള് പട്ടിണിയാകില്ല എന്നെനിക്ക് ഉറപ്പാ. എന്താ ഇബ്നു മസ്ഊദ് ഉറപ്പെന്താ? 5 പെൺമക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ മക്കള് പട്ടിണിയാകുമെന്ന് ഉറപ്പല്ല. ഇല്ലാത്തതെന്താ? ആ സമയത്ത് LIC എടുത്തിട്ടല്ല, ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടല്ല, STT ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ടല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹബീബായ മുത്തു പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പെൺകുട്ടി സുബഹ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം തുടർ
മക്കളെ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖാ ലം തുസിബുഹു ഫാഖാ. ഇവിടെ വാക്കവിയെ കാണാൻ തടിച്ചുകൂടിയ പെങ്ങള് ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങൾക്ക് തരാനില്ലടിതാ. ഏതെങ്കിലും ഒരു പെണ്ണ് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താ ലം തുസിബുഹു ഫാഖാ, അവൾക്ക് മരണം വരെ ദാരിദ്ര്യമുണ്ടാവില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ മുത്തായ ഹബീബ് ഇത് പഠിപ്പിച്ചതുകൊണ്ട് എന്റെ മക്കളെ ഞാനിത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരില്ല. ഏത് ഉപ്പക്കാണ് പറയാൻ കഴിയുന്നത് ഞാൻ മരിച്ചാലും എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരില്ലെന്ന്? ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ജീവിച്ചിരുന്നു വളരെ പ്രഗത്ഭനായ തത്വചിന്തകനും എല്ലാ മതങ്ങളുടെയും അന്തസ്സത്ത ഉൾക്കൊണ്ട് വളരെ അവഗാഹമായ പാണ്ഡിത്യ വായന നേടിയ ഒരു വലിയ സന്യാസി വര്യനായിരുന്നു ഗുരു നിത്യ ചൈതന്യയതി. അദ്ദേഹം ഒരു ഹൈന്ദവ സ്വാമിയാണ്. ഒരിക്കൽ കോഴിക്കോട് ടാഗോർ തിയേറ്ററിൽ ഒരു ഖുർആൻ പ്രഭാഷണ വേദിയിൽ സംസാരിക്കവേ കേരളം കണ്ട അദ്വിതീയനായ ചിന്തകൻ ശങ്കരാചാര്യർക്ക് ശേഷം കേരളം കണ്ട വളരെ പ്രഗത്ഭനായ ചിന്തകൻ ഗുരുനിത്യ ചൈതന്യയതി ഒരു ഖുർആൻ പ്രഭാഷണ വേദിയിൽ അദ്ദേഹം പറഞ്ഞു അത്രേ, വിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ വായിച്ചു. ആ ഖുർആനിന്റെ 6666 ആയത്തുകളിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് സൂറത്തുൽ ബഖറയിലെ ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിൽ എന്നെ ഏറെ സ്വാധീനിച്ച ആയത്ത് സൂക്തം ഇതാണ് എന്ന് ഗുരു നിത്യ ചൈതന്യയതി ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണ മധ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സൂക്തത്തിന്റെ അർത്ഥം ഇത്രയാണ്: അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായ പടച്ചതമ്പുരാൻ വഹദാനിയത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് പറയുക, ഫദ്കുറൂനി, എപ്പോൾ നിങ്ങൾ എന്നെ സ്മരിച്ചാലും അദ്കുറുക്കും, നിങ്ങളെ ഞാൻ സ്മരിക്കാം. അല്ലാഹു പറയുകയാ ഫദ്കുറൂനി അദ്കുറുക്കും. ഏത് സമയത്ത് ആരാ പറയുന്നത്? ഈ പ്രപഞ്ചനാഥനായ നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു പറയുകയാ ഫദ്കുറൂനി, ഏത് സമയത്ത് നിങ്ങൾ എന്നെ ഓർത്താലും അതിന് പകരമായി അദ്കുറുക്കും, നിങ്ങളെ ഞാൻ സ്മരിക്കാം. വഷ്കുറൂനി, നിങ്ങൾ എപ്പോഴും എന്നോട് നന്ദി കാണിക്കണേ. വലാ തക്ഫുറൂൻ, ഒരിക്കലും നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കാൻ പാടില്ല. ഗുരുനിത്യ ചൈതന്യയതി പറയുകയാ, എത്ര സന്തോഷത്തോടെയാണ് എല്ലാവരുടെയും പിതാവായ ഏകനായ ദൈവം തന്റെ അടിമകളോട് പറയുന്നത്, എത്ര സ്നേഹത്തോടെ വാത്സല്യത്തോടെ. ഏത് സമയത്ത് നിങ്ങൾ എന്നെ സ്മരിച്ചാലും ആ സമയത്തെല്ലാം നിങ്ങളെ ഞാൻ ഓർത്തുകൊള്ളാമെന്ന് അർശിന്റെ നായകൻ, അർശിന്റെ തമ്പുരാൻ, ലൗഹിന്റെ കലമിന്റെ മഖ്ഫൂദായ ലൗഹുൽ മഖ്ഫൂദിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടച്ച, ജിന്നിനെ പടച്ച, പറവയെ പടച്ച, പർവ്വതങ്ങളെ പടച്ച, എല്ലാത്തിനെയും ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തെ മുഴുവനും സംഹരിച്ചു പരിപാലിച്ചു പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് വളരെ സ്നേഹത്തോടെ അല്ലാഹു പറയുകയാ, ഏത് സമയത്ത് നിങ്ങൾ എന്നെ ഓർത്താലും, അത് പാതിരാത്രിയാണെങ്കിലും പട്ടാപ്പകലാണെങ്കിലും കാനനത്തിന്റെ നടുവിലാണെങ്കിലും മലടിയടിക്കുന്ന സമുദ്രത്തിന്റെ തിരമാലയുടെ മുകളിലാണെങ്കിലും എവിടെ വെച്ചാണോ നിങ്ങൾ എന്നെ സ്മരിക്കുക, ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടാണെങ്കിലും, ആയിരങ്ങളുണ്ടാവട്ടെ, 10,000 ഉണ്ടാകട്ടെ, പാതി മനുഷ്യരുണ്ടാകട്ടെ, ഏത് സമയത്ത് നിങ്ങൾ എന്നെ സ്മരിച്ചാലും അല്ലാഹു പറയുകയാ, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഏത് സമയത്ത് നിങ്ങൾ എന്നെ ഓർത്താലും ഞാൻ നിങ്ങളെ തിരിച്ചോർക്കാമെന്ന്. ആരാ ഓർക്കുന്നതാരാ? സർവ്വവിധ സഹായങ്ങൾ ചെയ്തു തരുന്ന, ഏത് സമയത്താണോ വിളിച്ചാലും പ്രത്യുത്തരം നൽകുന്ന, ഏത് സമയത്താണോ അടിമയ്ക്ക് നിരാശ വരുമ്പോ ആ സമയത്തെല്ലാം അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹു തന്നെ ചോദിക്കുകയാ, ഏത് ആവശ്യം വന്നാലും അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, ഏത് അടിമയ്ക്കും ഞാൻ തന്നെ മതിയായവനല്ലയോ, ഏതടിമയ്ക്കും മതിയായ ഉടമയല്ലയോ ഞാൻ. ആ എന്നെ ആരെങ്കിലും ചോദിച്ചാൽ ഏത് സമയത്തും
സദാസമയത്തും പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണയുണ്ടായാൽ ഇന്നലെ നാം അതാണല്ലോ പറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളുടെ സായം സന്ധ്യകളെ തിരികെ പിടിച്ച് സന്ധ്യാ സമയമാകുമ്പോ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന സ്വലാത്ത് ചൊല്ലുന്ന ഒരു നാവിന്റെ ഉടമയായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിന്റെ സമാപന ഭാഗത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഇതാ: ഏത് സമയത്തും അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നാവിനെ ചലിപ്പിക്കുക. ഏത് പാതിരാവിന്റെ നിശബ്ദതയിലാകട്ടെ, ഉറങ്ങാൻ കിടക്കുമ്പോഴാകട്ടെ, എഴുന്നേൽക്കുമ്പോഴാകട്ടെ, ഏത് സമയത്തും നമ്മുടെ നാവിന് നിലക്കാട് ഉണ്ടാകേണ്ട ഒരേ ഒരു സ്മരണയേടാ, അത് മറ്റൊന്നുമല്ല, ദിക്റുല്ലാഹ്. അതുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മസ്ജിദ് നബവിയുടെ ഈത്തപ്പന മരത്തിന്റെ ഓലകളെ ചാരി വെച്ച മസ്ജിദ് നബവിയുടെ ഭിത്തിയിൽ ചാരിയിരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാ: എന്റെ പ്രിയപ്പെട്ട സഹാബാ, അലാ ഉഖ്ബിറുക്കും ബിഖൈരി അഅമാലിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനമേതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനമേടാ സഹാബ? നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികളിൽ ഏറ്റവും നല്ല സൽപ്രവർത്തി ഏതെന്ന് പറഞ്ഞു തരട്ടെയോ? അവസാനിച്ചില്ല. നാളെ പരലോകത്ത് ചെല്ലുമ്പോ സ്വർഗത്തിൽ നിങ്ങളുടെ പദവി ഉയർത്തിക്കളയുന്ന, മരണസമയത്ത് നന്നായി മരിക്കാൻ കഴിയുന്ന, തീർന്നില്ല പർവ്വത സമാനമായി വെള്ളിയും സ്വർണ്ണവും സദഖ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായ സൽക്കർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇത്ര വലിയ സൽക്കർമ്മം ഏതെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറഞ്ഞുവത്രേ: ബലായ റസൂലല്ലാഹ്, പറഞ്ഞു തരിക നബിയേ, പറഞ്ഞു തരിക നബിയേ. ഒരു ദിക്ർ ചെയ്യുന്നതിന്റെ പ്രതിഫലമാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനം അത് മറ്റൊന്നുമല്ല, ദിക്റുല്ലാഹി സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സദാ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിക്ർ. ഏത് സമയത്തും അല്ലാഹുവിനെ അറിയുക, ഏത് സമയത്തും പടച്ച റബ്ബിനെ അറിയുക, ഏത് സമയത്തും ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ സ്മരണകൾ ഉണ്ടാവുക, ഏത് സമയത്തും പടച്ച റബ്ബിനോട് നന്ദിയുണ്ടാവുക. അതുകൊണ്ടല്ലയോ ലോകം കണ്ട ഏറ്റവും ഒരു നേതാവ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാരാ? പച്ചക്കുപ്പയുടെ താഴെ കിടക്കുന്ന നേതാവിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് പച്ചക്കുപ്പയുടെ തീടെ അന്തിയുറങ്ങുന്ന നേതാവേ, അങ്ങനെ അനുയായികളെ സ്നേഹിച്ചതുപോലെ ലോകത്തിൽ നേതാവിനെ അനുയായികൾ ഇതേവരെ സ്നേഹിച്ചിട്ടില്ലെന്ന് സാക്ഷാൽ മുഹമ്മദ് അസദ് പോലെ സാക്ഷ്യം വഹിച്ചു പറഞ്ഞ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല പറയുന്ന ഒരു ഹദീസിൽ കാണാം: അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുത്തെ പ്രിയപ്പെട്ട അനുചരനായ മുആദ് ബിൻ ജബൽ പറയുകയാ: യമനിലെ ഗവർണർ സ്ഥാനം നിന്ന് യമനിലേക്ക് യാത്രയേക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നെ യമനിലെ ഗവർണറാക്കിയിട്ട് യാത്രയേക്കുകയാ. തന്റെ പ്രിയപ്പെട്ട അനുയായ യമനിലെ ഗവർണറായി യാത്രയേക്കാൻ വേണ്ടി മദീനയുടെ അതിർത്തി വരെ അല്ലാഹുവിന്റെ റസൂൽ കൂടെ വരവേ യമനിലേക്ക് പോകാൻ ഒട്ടകപ്പുറത്തേക്ക് കയറവേ ഓ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മുആദിനോട് പറഞ്ഞു: മുആദ്, തന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ ചാരത്ത് നിന്ന് യമനിലേക്ക് പോകുന്നതിന്റെ വല്ലാത്ത സങ്കടത്തിൽ മുആദ് റളിയല്ലാഹു തആല നിറകണ്ണുകളോട് അല്ലാഹുവിന്റെ റസൂലിനോട് യാത്ര പറഞ്ഞു ഒട്ടകപ്പുറത്തേക്ക് കയറവേ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു: മുആദ്, തന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ ചാരത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതിന്റെ വല്ലാത്ത സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞപ്പോ ഹബീബായ മുത്തു പറഞ്ഞു: പത്ര മുആദേ, അസല്ലാത്തൽ ഖാനി ബദാമി ഹാദാ വലഅല്ലക തമറ ബിമസ്ജിദി ഹാദാ ഔ ലിഖബരി ഹാദാ. ഓ മുആദേ, അടുത്ത വർഷം നീ തിരിച്ചു വരുമ്പോ, ഓ മുആദേ, യമനിൽ നിന്ന് അടുത്ത വർഷം നീ തിരിച്ചു വരുമ്പോ ഞാൻ നീ തമ്മിൽ കണ്ടെന്ന് വരില്ല. ചിലപ്പോൾ നീ എന്റെ ഖബറിന്റെ ചാരത്തൂടെ ആയിരിക്കാം മുആദേ.
മാറേ കടന്നു വരിക. ഇത് കേട്ട മുആദ് റളിയല്ലാഹു അൻഹു വിങ്ങിപ്പെട്ട് പോയി. തന്റെ പ്രിയപ്പെട്ട നേതാവിനെ ഒരിക്കൽ കൂടി കാണാൻ കഴിയില്ലല്ലോ. യമനിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിലൂടെയാ നടന്നു പോകുന്ന വാർത്ത കേൾക്കുമ്പോ സ്നേഹത്തിന്റെ പുതിയ പരിരംഭണം തീർത്ത പ്രവാചകന്റെ പ്രിയപ്പെട്ട അരിയായി ഈ നീലഗിരിയിൽ മേഫീൽഡിൽ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഈ അനുരാഗത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ മുഴുവനും വിജയ രസിക മന്ത്രവും എന്ന് വേണ്ട ധാരാളം രസികൾ മന്ത്രങ്ങളുമായി ഈ അടുത്ത കാലത്ത് കേട്ടത് സിനിമാ നടൻ വിജയിന്റെ ഇളയ ദളപതി വിജയിന്റെ സിനിമയിൽ റിലീസായപ്പോ ആ സമയത്ത് വിജയുടെ ഫോട്ടോയുടെ മുകളിൽ പാലിന്റെ അഭിഷേകം നടത്താൻ പോയ ചെറുപ്പക്കാരൻ താഴെ വീണ് മരിച്ചെന്ന അത്രത്തോളം സിനിമാ താരങ്ങളെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന എന്റെ തമിഴ്നാട്ടിലെ ചെറുപ്പക്കാരാ, ഈ അനുരാഗത്തിന്റെ ഭാഷ നിനക്കറിയുമോ എന്നറിയില്ല. പ്രിയപ്പെട്ട നേതാവിന്റെ ചാരത്ത് നിന്ന് വിട പറഞ്ഞ് കടന്നു പോകവേ ഇനി ഒരിക്കൽ കൂടി ആ പുഞ്ചിരിക്കുന്ന ഭൂമുഖം കാണാൻ കഴിയില്ലെന്ന്. ഏത് ഭൂമുഖമാ? 1000 പൂർണ്ണചന്ദ്രന്മാര് ഭൂമിയിലെ കുതിച്ചു എന്നതുപോലെ ആ പുഞ്ചിരിക്കുന്ന പൂനിലാവിന്റെ ഭൂമുഖത്തിന് നോക്കാൻ കഴിയില്ലെന്ന് മനസ്സിന് ചിന്തയുണ്ടായപ്പോ പൊട്ടിക്കരഞ്ഞ മുആദ് എന്ന പ്രിയപ്പെട്ട അലിയായി ഹബീബായ മുത്തിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി ജീവിതത്തിൽ ഒരിക്കൽ കൂടി കാണാൻ കഴിയുന്നില്ലെങ്കിൽ, ഇനി ജീവിതത്തിൽ നാം നമ്മിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ആ മരിക്കുന്നവരെ മുആദിനെ മുറുകെ പിടിക്കാൻ ഒരു വസിയത്ത് താ നബിയേ. ഔസിനി യാ റസൂലല്ലാഹ്, ഓ നബിയേ, മരിക്കുന്നവരെ മുആദിനെ മുറുകെ പിടിക്കാൻ ഒരു സതുപദേശം താ നബിയേ എന്ന് തോർക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട കരഞ്ഞ കരങ്ങിയ കണ്ണുമായി തന്റെ മുമ്പിൽ നിൽക്കുന്ന മുആദിന്റെ ഇരുചുമലുകളിലേക്ക് തന്റെ ഇരുകരങ്ങൾ എടുത്തു വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വസിയത്ത് എന്റെ ഈ നീലഗിരിയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് 2 മണിക്കൂർ കഴിഞ്ഞാൽ അഹമ്മദ് കബീർ പിരിയുകയാ. ഇനി നമ്മളെ തമ്മിൽ കാണുമോ എന്നറിയില്ല. ഇനി ആരുടെ ഖബറിന്റെ ചാരത്താണ് വരുന്നതെന്നറിയില്ല. അഹമ്മദ് കബീർ മരിക്കുമോ അതല്ല നിങ്ങൾ ആദ്യം മരിക്കുമോ? പൂന്താനം പറഞ്ഞതുപോലെ കൂടെയില്ല ജനിക്കുന്ന നേരത്തും തീർച്ചയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന നന്ദിന് നാമൃത. കൂടെയില്ല ജനിക്കുന്ന നേരത്തും തീർച്ചയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാമൃത. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ജനിച്ചപ്പോ നിങ്ങൾ എന്റെ കൂടെയില്ല, നാളെ ഞാൻ മരിക്കുമ്പോ നിങ്ങൾ എന്റെ കൂടെയില്ല. സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാൻ സഹോദരങ്ങളെ എന്ന് വിളിച്ചത് ഇവിടെ കൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെയല്ല, എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ എത്തിയ ഹൈന്ദവ സഹോദരങ്ങളോട് ക്രൈസ്തവ സഹോദരങ്ങളോട്. ഭാരത രാജ്യത്തിന്റെ ദർശനത്തിന്റെ രാജശില്പി സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ സമ്മേളനത്തിൽ ചെന്നപ്പോ ആദ്യം വിളിച്ച വാക്കാണിത്. മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, വെളുത്ത തെളിയുള്ള വെള്ളക്കാരന് സഹോദര്യമറിയാത്ത വെള്ളക്കാരനെ അമ്പരപ്പിച്ചു നിർത്തിയ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളെ കടമെടുത്തിട്ട് വിളിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, എന്റെ ഹൈന്ദവ സഹോദരങ്ങളോട് ക്രൈസ്തവ സഹോദരങ്ങളോട്, ഒരു വീട്ടിൽ പിറന്നവരല്ല നമ്മളെങ്കിലും ഒരു കുടുംബമാണ് നമ്മൾ. അയം നിജ പരോവേദി ഗണനാലകുചേതസ ഉദാര ചരിതാനാന്തോ വസുദൈവ കുടുംബകം. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ 7ാമത്തെ കവാടത്തിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഭഗവത്ഗീതയുടെ ഈ ശ്ലോകം. അയം നിജ പരോവേദി ഗണനാലകുചേതസ ഉദാര ചരിതാനാന്തോ വസുദൈവ കുടുംബകം. നാം എല്ലാം ഒരു കുടുംബമാണെന്ന് ഒരച്ഛനമ്മയ്ക്ക് പിറന്ന നമ്മൾ ഒരൊറ്റ തറവാട്ടുകാർ നാം. ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ നമ്മളൊരച്ഛന് പിറന്നത് ഒരമ്മയ്ക്ക് പിറന്നത് ആദമിന്റെ സന്തതികളാണ് നാം. കൂടെയില്ല ജനിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന്റെ നാമൃത. ഈ ജനന മരണത്തിന്റെ ഇടയിലുള്ള നൂൽപാലത്തിൽ ഇങ്ങനെ കാണുമ്പോ എന്തിനാണ് ഈ മത്സരം? നാളെ മരിക്കുന്നതാരെന്നറിയില്ലല്ലോ സഹോദരങ്ങള്. അതുകൊണ്ട് ഇനി നിങ്ങൾ കേൾക്കുന്നത് അഹമ്മദ് കബീറിന്റെ മരണമാണെങ്കിൽ ഒരിക്കൽ കൂടി കാണാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വസിയത്ത് നിങ്ങളോട് കടമെടുത്ത് പറയുകയാ. മരിക്കുന്നത് വരെ മുആദിനെ മുറുകെ പിടിക്കാൻ ഒരു സതുപദേശം താ നബിയേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇരുചുമലുകളിലേക്ക് തന്റെ റിസാലത്തിന്റെ ഇരു കരങ്ങൾ എടുത്തു വെച്ചിട്ട് കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞിരണ്ടാ, ഓ മുആദ് അക്സിറൂ ദിക്റല്ലാഹ്,
അക്തിറൂ ദിക്റല്ലാഹ്, മരിക്കുന്നത് വരെ ദിക്ർ വർദ്ധിപ്പിക്കണേ മുആദ്. മരിക്കുന്ന നേരത്തും ആ ചുണ്ടിലെ ദിക്ർ ഉണ്ടാവണേ മുആദ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആണ്ടർദിക്കു മാത്രമല്ല, മരണശേഷം മാത്രമല്ല, മരിക്കുന്നത് വരെ ഹൃദയത്തിൽ ഉണ്ടാവണം, നമ്മുടെ ചുണ്ടിൽ ഉണ്ടാകണം. ജദ്ദിദൂ ഈമാനകും വനഫിറൂ ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം വരെ നാവ് കൊണ്ട് ഈ ദിക്ർ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈ ദിക്ർ പറഞ്ഞ് മരിച്ചുപോയ ആഖിറു അൽഫാലിൽ അദാനി മുഖാരിനു ബി അൻഫാസിഹിൽ ഉഖറ ലതി ലം തുഅഖബി. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും വലിയ വസിയത്ത് അക്സിറു ദിക്റല്ലാഹ്, മരിക്കുന്നത് വരെ മുആദേ നിന്റെ ചുണ്ടിൽ ദിക്ർ ഉണ്ടാവണം. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അല്ലാഹു ബോധം തരട്ടെ. മരിക്കുന്നത് വരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദിക്റിന്റെ മജ്‌ലിസുകളെ, ദിക്റിന്റെ രാവുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിച്ചെടുക്കണം. അതല്ലാതെ വേറൊരു പ്രതിവിധിയില്ല, അതല്ലാതെ വേറൊരു പ്രതിവിധിയില്ല. ഏതിനും പ്രതിവിധി നിൽക്കണം. യഥാർത്ഥത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ ദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും വലുത് അല്ലാഹുവിന്റെ ദിക്ർ, അതിനേക്കാൾ വലുത് വേറൊന്നില്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഏറ്റവും വലുത് അല്ലാഹുവിന്റെ ദിക്ർ. ഏറ്റവും വലുത് ചെങ്കോട്ടയല്ല, ഏറ്റവും വലുത് താജ്മഹൽ അല്ല, ഏറ്റവും വലുത് കുത്തബ് മീനാറല്ല, ഏറ്റവും വലുത് വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ ദിക്റാണ് ഏറ്റവും വലുത്. അതിനപ്പുറത്തേക്ക് വലുത് വേറൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ദിക്റിന്റെ പ്രതിഫലം എന്താണ്? അല്ലാഹനെ നമ്മൾ അറിയാത്തത് കൊണ്ട്, അല്ലാഹുവിനെ നമ്മൾ അറിയാത്തത് കൊണ്ടാ. എല്ലാ പ്രതിസന്ധികൾക്കും നിന്റെ കടം മാറണോ, രോഗം മാറണോ, പ്രയാസം മാറണോ, എല്ലാം മാറണോ, നിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകണോ. ഞാനിവിടെ വന്നപ്പോൾ ബഹുമാനനായ തങ്ങൾ ഉദ്ഘാടനം ചെയ്തല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവില്ല. ഹൃദയത്തിന് സമാധാനം ഉണ്ടാകണോ, ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് അല്ലാഹുവിന്റെ സ്മരണ. അതിനപ്പുറത്തേക്ക് ഒരു സ്മരണയ്ക്ക് കിട്ടി. കാരണം എല്ലാത്തിലും വലുത്, നമ്മൾ എന്ത് ചോദിച്ചാലും തരാൻ പറ്റുന്ന ഖജനാവ് ആർക്കാ ഉള്ളത്? ആർക്കാ ഉള്ളത്? അല്ലാഹ്ക്കേ ഉള്ളൂ. അല്ലാഹുടെ ഖജനാവിനപ്പുറം വേറെ ഖജനാവുണ്ട്? ഏറ്റവും വലിയ രാജാവാരാ? ഏറ്റവും വലിയ രാജാവാരാ? യഥാർത്ഥത്തിൽ നമ്മൾ രാജാവെന്ന് വിളിച്ചവരാരും രാജാവല്ലല്ലോ. നമ്മൾ പറഞ്ഞു രാജാവ് നീണാൾ വാഴട്ടെ, എന്നാ രാജാവ് നീണാൾ വാണോ? നമ്മൾ സാധാരണ പറയും രാജാവ് നീണാൾ വാഴട്ടെ, എന്നാ രാജാവ് നീണാൾ വാണോ? രാജാവ് മരിച്ചു, നാട്ടിലെ രാജാവ് മരിച്ചുപോയി. യഥാർത്ഥത്തിൽ നീണാൾ വാടുന്ന രാജാവാരാ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനാണ് മരണമില്ലാത്തവന്, അവനാണ് തുടക്കമില്ലാത്തവന്, അവനാണ് അനാദി, അവനാണ് അന്തമില്ലാത്തവന്. ലാ ഖാദിറ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ കഴിവുള്ളവൻ മറ്റാരുമില്ല. ഏറ്റവും വലുതാരാ? അല്ലാഹ്. ഏറ്റവും വലുതാര അല്ലാഹ്. അല്ലാഹ്ക്കപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അവ്യക്തം വ്യക്തിമാപന്യം മന്യന്തേ മാമ ബുദ്ധയ ന്യായമലോകോസ്തിന പരോന സുഖം സംശയാത്മന. ഔകമാകാല ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ 24-ാം ഖണ്ഡം. ആരാണ് അല്ലാഹ്, ആരാണ് ദൈവം? എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആരാ ദൈവം? ഭഗവത്ഗീത പറയും അവ്യക്തം വ്യക്തിമാപന്യം മന്യന്തേ മാമ ബുദ്ധയ. അവ്യക്തം, കാണാൻ പറ്റാത്തവൻ. വ്യക്തിമാപന്യം, അവൻ മനുഷ്യനെ പോലെയല്ല. ആണോ? ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഭഗവത്ഗീത 24-ാം ഖണ്ഡം. അവ്യക്തം, ദൈവത്തിനെ കാണാൻ പറ്റില്ല. വ്യക്തിമാപന്യം, അവൻ മനുഷ്യനെ പോലെയല്ല. പിന്നെ അവനാരാ? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൗമിൽ ഇത്ലാഖി.
അള്ളയാണുള്ളവൻ, അവനോടാണ് ചോദിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ രാജാവ് അല്ലാഹുവാ. നിങ്ങൾ അറിയുമല്ലോ, ഡൽഹി ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തിന് പോകുമ്പോ നാടിന്റെ നാനാഭാഗത്തുമുള്ള ആളുകൾ കാത്തു നിൽക്കുമ്പോ പോകുന്ന സ്വർണ്ണരഥത്തിന്റെ മുകളിൽ സ്വർണ്ണത്തിന്റെ ചാക്കിരി ഭാഗത്ത് വെച്ച് റോഡിന്റെ നാനാഭാഗത്ത് നിൽക്കുന്നവര് സ്വർണ്ണ നാണയം വാരി എറിഞ്ഞിട്ട് പോയ ആളാണ് ഷാജഹാൻ ചക്രവർത്തി. പക്ഷേ ഷാജഹാൻ എവിടെ? ഷാജഹാൻ മണ്ണിന്റെ അടിയിലാ. ആ ഷാജഹാൻ മണ്ണിന്റെ അടിയില. എന്റെ പ്രിയപ്പെട്ട നീലഗിരിയിലെ പെങ്ങള്, ഡൽഹി മ്യൂസിയത്തില് സ്വർണ്ണ നൂലുകൾക്കെല്ലാം നെയ്തുണ്ടാക്കപ്പെട്ടൊരു പെണ്ണിന്റെ കുപ്പായം കണ്ണാടി ചുള്ളില് ഒരു കേടുപാടുമില്ലാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാരുടെ കുപ്പായമാ? അത് മുംതാസിന്റെ കുപ്പായമാ. പക്ഷേ മുംതാസ് എവിടെ? മുംതാസ് എവിടെ പോയി? ഡൽഹി മ്യൂസിയം കണ്ടിട്ടില്ല. നിങ്ങൾ ഈ നീലഗിരിയുടെ ഈ തേയിലത്തോട്ടം മാത്രം കണ്ടു നിന്നാ പോരാ. ഡൽഹി മ്യൂസിയത്തിലെ കണ്ണാടി ചില്ലിൽ സ്വർണ്ണ നൂല് കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട ഒരു കുപ്പായിരിപ്പുണ്ട് ഒരു പെണ്ണിന്റെ. ആ കുപ്പായത്തിന് ഇതുവരെ ഒരു കേടുമില്ല. പക്ഷെ കുപ്പായിട്ട പെണ്ണെവിടെ? ചിന്തിക്ക്. അവരെല്ലാം നടന്നു പോയവരാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, മരിക്കാത്ത രാജാവാരാ, വറ്റാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാരാ? ചോദിച്ചാലും മനോസരമില്ലാത്ത ഖജനാവിന്റെ ഉടമസ്ഥരെ തമ്പുരാനെ, അല്ലാഹുവേ, നിന്നോടാണ് ചോദിക്കേണ്ടത്. 1000 പ്രയാസങ്ങളുമായി, ദുഃഖങ്ങളായി, കടങ്ങളായി, ബാധ്യതകളായി, വല്ലാത്ത മാരക രോഗങ്ങളായി ജീവിതത്തിൽ ഇങ്ങനെ നട്ടോട്ടമോടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എല്ലാ പ്രയാസത്തിന്റെയും പരിഹാരം എവിടെയാ? അല്ലാഹുവിന്റെ ദിക്റില, വേറെ ഒന്നിനുമല്ല. ഒരു നേരത്തെ സമാധാനത്തിന് വേണ്ടി മദ്യത്തിന്റെ, കഞ്ചാവിന്റെ, ചരസിന്റെ ലഹരിയിലെ അടിമ തേടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മദ്യപിക്കുന്ന ആളോട് ചോദിക്കവൻ പറയും സമാധാനമില്ല. ഓരോ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് അവസാനം ജീവിതത്തിൽ സമാധാനം എന്ന ചതുർത്ഥാക്ഷരത്തിന് വേണ്ടി മദ്യത്തിന്റെ കോപ്പകൾ നീങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് 7 പ്രയാസങ്ങളും മാറാൻ കഴിയണോ? അതിനൊരേ ഒരു വഴിയേയുള്ളൂ. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഓരോന്ന് പഠിച്ചു കൊണ്ടുപോകണേ. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ സാലിമിനെ ശത്രുക്കളെ തടവുകാരനാക്കി. സാലിം കച്ചവടം ചെയ്തിട്ടാണ് വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരിക. മകനായ സാലിമിനെ, കച്ചവടക്കാരനായ സാലിമിനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി തടവിലാക്കിയപ്പോ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ പട്ടിണിയാ. ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുവരുന്ന പൊന്നുമോൻ തടവിലാ. വീട് മുഴുപ്പട്ടിണിയിലായി. പ്രിയപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മു സാലിം റളിയല്ലാഹു അൻഹ മകനെ കാണാതെ പൊട്ടിക്കരച്ചിലാ. ഔഫ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമബുദ്ധത്തിലായി. വീട്ടിലാണെങ്കിലോ കുടുംബത്തിനെയാണ്, പ്രിയപ്പെട്ട ഭാര്യയാണെങ്കിലോ പൊട്ടിക്കരച്ച് തളർന്നു കിടക്കുകയാ. അവസാനം ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ട ഔഫ് റളിയല്ലാഹു തആല അൻഹു ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ചെന്നിട്ട് ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ പൊന്നുമോൻ സാലിം തടവിലാ. എന്റെ വീട് മുഴുപ്പട്ടിണിയിലാ. വീട്ടിലേക്ക് കയറാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യ കണ്ണീരും കയ്യുമായിട്ടിരിക്കുകയാ. എന്തെങ്കിലും ഒരു പോമടി പറഞ്ഞതാ നബിയേ. എന്നെ ശബ്ദം കേൾക്കാൻ ഈ മാമനം കൊച്ചുന്ന തണുപ്പത്തി മലനിരകളിലൂടെ ഈ തണുപ്പ് ശരീരത്തിലേക്ക് അരിച്ചിറങ്ങുമ്പോ നിരാശയിലേക്ക്, ജീവിതത്തിലേക്ക് പോയ പെങ്ങളുണ്ടോ? കേക്കണേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അക്തിറൂ ദിക്റ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലോകത്തിന്റെ നായകന്റെ മരുന്നേടാ. ഏത് മനസ്സിന്റെ ഈ രോഗമറിഞ്ഞിട്ട് ചികിത്സാക്കാൻ കഴിയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ നേതാവിന്റെ മറുപടി ഏടെന്നറിയോ? ഔഫ് ബിൻ മാലിക്, നിന്റെ ജീവിതത്തിന്റെ പ്രയാസം മാറണോ? അക്തിറൂ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കോ. ഔഫ് റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, അന്ന് പാതിരാ സമയത്ത് എല്ലാവരും ഉറക്കത്തിൽ കിടക്കുമ്പോ ഔഫ് റളിയല്ലാഹു അൻഹു ഭാര്യയും മക്കളും കൂടി ഒന്നിച്ചിരുന്ന് ദിക്ർ ചൊല്ലുകയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്,
ഇരുന്ന് ദിക്റ് മുഴങ്ങി. അതേ സമയത്ത് സാലിമിന്റെ കൊട്ടാരത്തിൽ ശത്രുക്കൾ കിടന്ന് വെള്ളമടിച്ചിട്ട് കല്ല് കൊടുത്തിട്ട് അവര് പരസ്പരം പോരാടാൻ തുടങ്ങി. സാലിം റളിയല്ലാഹു അൻഹുവിനെ കെട്ടിയിട്ടിരിക്കുന്ന ശത്രുപാളയത്തിലെ ശത്രുക്കൾ മുഴുവനും മദ്യപിച്ചിട്ട് പരസ്പരം യുദ്ധം ചെയ്ത് അവരോരോരുത്തരായി പിടഞ്ഞു വീണ് മരിക്കുകയാ. നിങ്ങളറിയോ അല്ലാഹുവിന്റെ ദിക്റിന്റെ പവർ എന്താ? ഒരാള് സംശയിക്കേണ്ട. മക്കയിൽ ഇരുന്ന് ദിക്റ് ചെല്ലുമ്പോ മദീനയിൽ ഇതിന്റെ പ്രതിഫലമുണ്ടായി. ശത്രുക്കൾ പരസ്പരം വെട്ടിമരിച്ചു. ബന്ധനസ്ഥനായ സാലിം റളിയല്ലാഹു തആല കെട്ടടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് മക്കയിലേക്ക്. ആ സമയത്താണ് ഓടി രക്ഷപ്പെടവേ സാലിം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു അത്രേ, എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? എന്തിനാ? ശത്രുക്കള് വെട്ടിമരിച്ചില്ലേ? അവിടെ 4000 ആടുകളും 40 ഒട്ടകങ്ങളുമുണ്ട്. അതിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് എന്തിനാ? അത് അല്ലാഹ് എനിക്ക് അനുവദനീയമാക്കിയ സമ്പത്തല്ലോ. തിരിച്ചു ചെന്ന് വെട്ടിമരിച്ച് കിടക്കുന്ന ശത്രുക്കളുടെ ചാരത്ത് നിൽക്കുന്ന 4000 ആടുകളെയും 40 ഒട്ടകങ്ങളെയും കൈ പിടിച്ചുകൊണ്ട് മക്കയിലേക്ക് പോകവേ ദിക്റ് കഴിഞ്ഞിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോ ഔഫ് റളിയല്ലാഹു തആല കണ്ടത് 4000 ആടുകളും 40 ഒട്ടകങ്ങളും വീട്ടുമുറ്റത്ത് നിറഞ്ഞു നിൽക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ ദിക്റ് പടന്തനാണെന്ന് കരുതി വലിച്ചെറിഞ്ഞിട്ട് ലോകത്ത് മുഴുവനും വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ ലോകം സ്വായത്തമാക്കുമ്പോ അതിന്റെ പുറകിലൂടെ നടന്നു പോയിട്ട് അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ, അനാവശ്യത്തിന്റെ, അശ്ലീലതയുടെ ആഭാസത്തിന്റെ നടുവിലൂടെ നടന്നു പോയ